നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ രാജ്യം. പരമ്പരാഗതമായി നമ്മൾ അറബ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ എണ്ണ വാങ്ങിയിരുന്നതെങ്കിൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഇതിൽ വലിയ മാറ്റമുണ്ടായി. കാരണം മറ്റ് രാജ്യങ്ങളൊക്കെ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതലായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ റഷ്യ വലിയ നേട്ടം കൊയ്യുകയും ചെയ്തു. എന്നാൽ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നും വരുന്ന എണ്ണയുടെ കിഴിവ് വലിയ തോതിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് വലിയ കിഴിവോടുകൂടി ഇന്ത്യക്ക് എണ്ണ വിൽക്കുക എന്നത് മാത്രമേ റഷ്യയുടെ മുന്നിൽ ഒരു വഴിയായി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉപരോധത്തിലൊക്കെ അയവ് വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്ന കിഴിവിലും റഷ്യ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പുനരാരംഭിക്കുക എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ഇന്ത്യ എത്തുന്നത്. ആഗോള ഉപരോധം നേരിടുന്ന ഒരു രാജ്യത്ത് നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യ ഇതുവരെ വിട്ടുനിൽക്കുകയായിരുന്നു. ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി കൂടി ലഭിക്കുകയാണെങ്കിൽ റഷ്യൻ ഇറക്കുമതിയിൽ ഉള്ള പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കും. ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ കയറ്റുമതി പ്രധാനമായും പേർഷ്യൻ ഗൾഫിലൂടെയും അതിനോടൊപ്പം ഒമാൻ ഉൾക്കടലിലൂടെയുമാണ് നടക്കുന്നത്. ഇവിടെ ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യാപാര ബന്ധത്തെ ബാധിക്കാനും പോകുന്നില്ല. എന്തായാലും ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ ക്രൂഡ് സ്രോതസ്സുകളാണ് ഇറാഖും സൗദി അറേബ്യയും. ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി വീണ്ടും പുനർ ആരംഭിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു നിരയിലേക്ക് ഇറാൻ കൂടി എത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ റഷ്യയ്ക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്മ അത് ഇറാൻ വരികയാണെങ്കിൽ തീർച്ചയായും തിരുത്തപ്പെടും. പക്ഷേ ഉപരോധം എങ്ങനെയായിരിക്കും? നിലവിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ഇറാനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ തീരുമാനം ഇറാന് അനുകൂലമാണ് എങ്കിൽ തീർച്ചയായും അത് ഇന്ത്യക്ക് വലിയ ലാഭം സമ്മാനിക്കുന്ന ഒന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.